ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതോ. ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതോ. പതിനായിരത്തിങ്കലോ രംശം ചൊല്ലിടുവാൻ പാരിൽ അസാധ്യമാകോ. പതിനായിരത്തിങ്കലോ രംശം ചൊല്ലിടുവാൻ പാരിൽ അസാധ്യമാകോ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആദോ. ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ആദോ ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ബോധമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. ബോധമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏക ജാതനാമേശുവേ പാലകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏക ജാതനാമേശുവേ പാലകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആദോ. ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ആദോ ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ പകലിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. നമ്മൾ ചിന്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഓടി വരാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ അല്പമായി നമ്മൾ പല കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായി. 3-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ 2-ാം വാക്യമാണ് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. ആ വാചനം ഒന്നും കൂടെ വായിച്ചേ. ഇതുവരെ ഈ നിമിഷം വരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായി നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര്? ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ. അപ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? ഒരു ദിവസം പ്രത്യക്ഷനാകും. സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നർത്ഥം. ഇവിടെ ചക്ക കിട്ടാൻ വേണ്ടിയല്ല, ഇവിടെ മാങ്ങയ്ക്ക് വേണ്ടിയല്ല, ഇവിടെ തേങ്ങയ്ക്ക് വേണ്ടിയല്ല, വീടിന് വേണ്ടിയോ കാറിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ള വസ്തുതകൾക്ക് വേണ്ടിയല്ല. അതൊക്കെ വേണം. എന്നാൽ അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം പ്രാണപ്രിയൻ തേജസ്സിൽ വാനിൽ വന്നാൽ ആ പ്രാണപ്രിയനോട് ചേർന്ന അല്ലെങ്കിൽ എടുക്കപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ
അപ്പോസ്തലൻ നമ്മോട് വിളിച്ചു പറയുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയവേദന ആ ലേഖനങ്ങളിൽ പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയും. അപ്പോസ്തലനായ യോഹന്നാന്റെ വേദന അവിടെ 1 മുതലുള്ള ചില വാക്യങ്ങളിൽ, 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് 3-ാം വാക്യം, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പോൾ ആ കൂട്ടായ്മ ബന്ധം വേണമെന്ന് അപ്പോസ്തലന്റെ ഹൃദയത്തിനകത്ത് വാഞ്ചയുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മോട് എന്ത് ചെയ്യുന്നത്, അതറിയിക്കുന്നത്. സ്തോത്രം. ഇനി 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകും, ഇല്ലെങ്കിൽ സ്തോത്രം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം, നാം നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും കൂട്ടായ്മയുള്ളൂ. ദൈവമായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, നമുക്ക് തമ്മിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ അവൻ വെളിച്ചമാണ്, അവനിൽ എന്തില്ല, ഇരുട്ട് ഒട്ടുമില്ല. അപ്പോൾ ആ ഇരുട്ടില്ലാത്ത നാഥനോട് ചേർന്ന് യാത്ര ചെയ്യണമെങ്കിൽ ആ ഇരുട്ടിന്റെ പ്രവർത്തികളെ വിട്ടുകളയണം. എങ്കിൽ മാത്രമേ വെളിച്ചമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇനി 2-ന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ ദൈവവചനം പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത്. സ്തോത്രം. ആമേൻ. ഇനി അതിന്റെ 8-ാം വാക്യം വായിച്ചേ. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവസ്നേഹം നിറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? ആരെങ്കിലും വചനം പ്രമാണിക്കുന്നില്ലെങ്കിൽ ഒറ്റ വാക്യം പറഞ്ഞാൽ മതി, ദൈവസ്നേഹം ഇല്ലാത്ത വ്യക്തിയാണ്. ഞാൻ പറയുന്നതല്ല കേട്ടോ, വചനം പറയുന്നതാ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ദൈവിക ബന്ധത്തിന്റെ ആഴം വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞിട്ട് 6-ാം വാക്യം ഒന്ന് വായിച്ച് 2-ന്റെ 6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പൊ ഞാനൊരു ദൈവവേദിലാണെന്ന് പറയുന്നവർ എന്ത് ചെയ്യണം? കർത്താവ് നടന്നതുപോലെ നടക്കണം. അല്ലാത്ത വ്യക്തികൾ ആരാണെന്ന് ഈ വചനങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അവൻ കള്ളനാണെന്ന് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, വചനം പറയുകയാണ് അവൻ ആരാണ്? കള്ളനാണെന്ന്. മോതൂക്കി പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ വചനം പറയുകയാണ് അനുസരിക്കാത്ത ഒരു വ്യക്തി കള്ളനാണ്. കാരണം ഈ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തട്ടിപ്പ് പരിപാടി നടത്താൻ പറ്റില്ല. തട്ടിപ്പ് പരിപാടി നടത്താൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു കിടന്ന വ്യക്തികളാണ് മനുഷ്യർ മുഴുവൻ. അവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ് കാൽവറി ക്രൂശ്. സ്തോത്രം. അപ്പോൾ കാൽവറി ക്രൂശിലൂടെ ഒരു വ്യക്തി ദൈവസന്നിധിയോട് അടുത്തു വരുമ്പോൾ ആ വ്യക്തിയുടെ ആത്മമണ്ഡലം മരണപ്പെട്ട് കിടക്കുകയാണ്. അതാണ് വചനം പറയുന്നത്, നമ്മൾ ആരായിരുന്നു? മരിച്ചവരായിരുന്നു. ഈ ശരീരമല്ല പ്രാധാന്യതയുള്ളത്, ഇതിനകത്ത് ഒരാത്മാവുണ്ട്. സ്തോത്രം. നമ്മൾ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയാൽ അവിടെ പറയുന്ന വാക്ക് എന്താണ്? സണ്ണി മരിച്ച് പോയി. നിങ്ങൾ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പേടിയുള്ളൂ, പറഞ്ഞോ ധൈര്യമായിട്ട്. സണ്ണി മരിച്ചു പോയി. സണ്ണിയുടെ ബോഡി എവിടെ കിടപ്പുണ്ട്? സണ്ണി മരിച്ചുപോയി.
സണ്ണിയുടെ ബോഡി ഇവിടെ കിടപ്പുണ്ട്. യഥാർത്ഥ വ്യക്തി യാത്ര പറഞ്ഞു. ആ വ്യക്തിയെയാണ് കർത്താവിന്റെ കാൽവരി ക്രൂശിൽ വീണ്ടും ജനിപ്പിച്ചത്. അതിന് വചനം പറയുന്നത്, നിങ്ങൾ മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും ജനിപ്പിച്ചു. അപ്രകാരം ജനിച്ചുവെങ്കിൽ വചനം പറയുന്ന വാക്ക് തന്നെ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സമൂലമായൊരു മാറ്റം യഥാർത്ഥ ഒരു ദൈവ പൈതലിൽ ഉണ്ടാകും. ഉണ്ടായേ പറ്റൂ. അതിൽ കുറഞ്ഞൊരു പരിപാടി വേദപുസ്തകം പറയുന്നില്ല. ആശ്വാസത്തിന് ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ കുഴപ്പമില്ലെന്നൊക്കെ പറയും. പക്ഷെ കുഴപ്പമുണ്ടെന്ന വചനം പറയുന്നത്. സ്തോത്രം. ഇന്ന് കർത്താവ് വന്നാൽ പോകണമെങ്കിൽ ആത്മാവിന്റെ നടത്തിപ്പിന് നമ്മൾ കീഴ്പ്പെടണം. കീഴ്പ്പെട്ടാലേ പോകുള്ളൂ, ഇല്ല പോകില്ല. സ്തോത്രം. കാരണം ആ തേജസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. എന്താ കാരണം? നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത്, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ സാരമില്ലെന്ന് എണ്ണുന്നു. പ്രത്യാശയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് ക്രിസ്തീയ ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. ആമേൻ. മറ്റ് ഒരു മതസ്ഥരും പറയുന്നില്ല. മരണാനന്തരം ഒരു ജീവിതത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകമാണ് കൃത്യതയോടുകൂടെ പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ജനനം, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ മരണം, മരണാനന്തര ജീവിതം വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അത് കൃത്യതയോടുകൂടെ കാട്ടിത്തന്നത് ക്രിസ്തുവിലൂടെയാണ്. അത് കാണുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ആത്മകണ്ണുകളാൽ അതൊന്ന് ഉയർത്തി നോക്കിയാൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ശൂദ്രം ചെയ്ത് മയക്കിയത്. സ്വത്രം. ഇത്ര വേഗം ഈ സുവിശേഷം വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോയോ എന്ന് ചോദിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശൂദ്രം ചെയ്ത് മയക്കിയതാണ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി പലരും ഈ വചനത്തെ കോട്ടിമാറ്റുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, വചനത്തോട് ചേർന്ന് നിൽക്കാതെ ഒരു വ്യക്തിയും രൂപാന്തരം പ്രാപിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമാണ് ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കുന്നത്. ക്രിസ്തുവിൽ മരിക്കാത്ത ഒരു വ്യക്തിയും ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. അങ്ങനെ നടന്ന് അനുദിന ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ക്രിസ്തുവിൽ മരിച്ചവർ ഹല്ലേലൂയ കാഹള ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമയായാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ആനന്ദമാകുകയുള്ളൂ. സ്തോത്രം. ആമേൻ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. 2:12. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. ആ കാലത്ത് ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലം. സ്തോത്രം. ദൈവ പൈതലാകാതിരുന്ന ഒരു കാലം. ആ കാലത്ത് നിങ്ങൾ ആരായിരുന്നു?
ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. അങ്ങനെ ആയിരുന്ന നമ്മെ ദൈവമുള്ളവരാക്കി തീർത്ത, ദൈവമായി ബന്ധം പുലർത്തുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിനായി ഞാൻ സ്തോത്രം ചെയ്യുക. സ്തോത്രം. ആ അനുഭവത്തെ കുറിച്ച് കൊലോസ്യർ 1:21 ചേർത്ത് വായിച്ചേ. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. അപ്പോൾ നമ്മൾ ആരായിരുന്നു? ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് അകന്നു കിടന്നവരായിരുന്നു. ശത്രുവായിരുന്നു ദൈവത്തിന്. എന്നാൽ അപ്രകാരമായിരുന്ന നമ്മെ ഗലാത്യലേഖനം 4:9 പറയുന്നു, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇപ്പോൾ നമ്മൾ ആരെ അറിഞ്ഞു? ദൈവത്തെ അറിഞ്ഞു. ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നമ്മെ അറിഞ്ഞു. ദൈവം ആ ഒരു ഉറപ്പുണ്ടോ? പ്രയാസം വരുമ്പോൾ പറയണം പിശാചിനോട്, പിശാചേ, എന്നെ അറിയുന്ന ഒരു ഉടമസ്ഥനുണ്ട്, എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്, നീ നിന്റെ പണി നോക്ക് എന്ന് പറയണം. അതിന് ഉശിര് വേണം. ഇച്ചിരി കുരുട്ടും കുന്നായ്മയും കാണിക്കാൻ ഉശിര് പോരാ. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ എന്ന് വേണം, ഇച്ചിരി ഉശിര് വേണം. പോയി പണി നോക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമയായി മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ദൈവിക ബന്ധത്തിനുടമയായി യാത്ര ചെയ്യുന്ന ആ ക്രിസ്തീയ ജീവിതത്തെ ഇന്ന് പകലൊന്ന് ഓർക്കണം കേട്ടോ. ദൈവ തേജസ് നഷ്ടമായ മനുഷ്യന്റെ അവസ്ഥ. സ്തോത്രം. ദൈവ തേജസ് നഷ്ടമായ മനുഷ്യന്റെ അവസ്ഥ. അതാണ് നമ്മൾ എഫേസ്യർ 2:12 വായിച്ചത്. ദൈവത്തെ കൂടാതെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച ആ ഭാഗ്യ പദവി പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലപ്പുറമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതെ കിടന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിലേക്ക് പോകണം. കൽപ്പന ലംഘനമാണ് അതിന്റെ പ്രഥമ കാരണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ലോകത്തിൽ പാപം ഹല്ലേലൂയ കടന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തിന് ഉടമയായി തീർന്നത് കൽപ്പന ലംഘനമാണ്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഏദൻ തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ഓടിയെടുക്കുന്ന ആദമിനെയും ഹവ്വയെയും നിങ്ങളൊന്ന് കാണണം. കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് ചെയ്തു കഴിഞ്ഞാൽ നേരെ വരും മാതാപിതാക്കളുടെ അടുത്തേക്ക്. എന്നാൽ മിടുക്കനാണെങ്കിലോ അതൊന്ന് ഭാവന കണ്ടാൽ മതി. സ്തോത്രം. അത് അറിഞ്ഞ പിതാവാം ദൈവം ആദമേ നീ എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞത് കാലത്തെ കേട്ടിട്ട് പേടിച്ച് ഞാൻ ഒളിച്ചിരിക്കുക. ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല, ഇവൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയണ്ടേ. കുരുത്തക്കേട് കാണിക്കുന്ന മക്കള് ഒളിച്ചിരിക്കുമ്പം അപ്പനറിയാം അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെന്ന്.
അവന്റെ വിളി കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നീ എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ ശബ്ദം താഴ്ത്തി സ്തോത്രം. അതെങ്ങനെയാ പറയുന്നതെന്ന് ഓർത്താ മതി. ഹല്ലേലൂയ. കാരണം അതുപോലെയാണ്. എവിടെയാ? ഞാനിവിടെ ഒളിച്ചിരിക്കുക. എന്താ ഒളിച്ചതിന്റെ കാരണം? നിന്റെ കാലത്ത് കേട്ടപ്പോ എനിക്ക് പേടി തോന്നി. ധൈര്യത്തോടെ ഓടിയടുത്തിരുന്ന ആദമും ഹവ്വയും കൽപ്പന ലംഘനം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, അവന്റെ ആത്മീയ മരണം സംഭവിച്ചപ്പോൾ, തേജസ് നഷ്ടമായപ്പോൾ, അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. ആത്മീക മരണം സംഭവിച്ചതായ മനുഷ്യവർഗത്തെ ഹല്ലേലൂയ വീണ്ടും ആത്മാവിൽ ജീവൻ നൽകി ദൈവത്തോട് അടുപ്പിക്കുവാനാണ് കാൽവരി കുലക്കടക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മൂന്നാണികളെ പാപികളായ നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായി അവൻ കിടക്കുകയാണ്. തിന്നരുതെന്ന് പറഞ്ഞ ഒരു വൃക്ഷഫലം തിന്നല്ലേ ഉള്ളൂ. ഇത്ര പ്രശ്നം എന്നാ? ആളുകൾ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യമല്ലേ, ഇപ്പൊ എന്നെ കുഴപ്പമെന്നാ ചോദിക്കുന്നേ. കുഴപ്പമൊന്നുമില്ല, ദൈവസാന്നിധ്യം ഉണ്ടാകില്ലെന്നേ ഉള്ളൂ. വേദപുസ്തകം പറയുന്ന വാക്കുകൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. അത് ചെറുതോ വലുതോ അത് ദൈവത്തിന് എന്തല്ല, വിഷയമല്ല. അനുസരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അനുസരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുതയുണ്ട്. ആളുകൾ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൂടി വന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, തികഞ്ഞു എന്നാണ് ആളുകളുടെ ചിന്ത. തെറ്റാണത്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന്റെ ജനനം മാത്രമാണ് അവിടെ നടന്നത്. തുടർന്നുള്ള ജീവിതയാത്രയിൽ ദൈവവചനം നമ്മോട് പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യേ വേണം. ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യരുത്, ചെയ്യാൻ പറയുന്നത് എന്ത് ചെയ്യണം? ചെയ്യാതിരുന്നാലും പാപമാണ്. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്, അത് ചെയ്താൽ പാപമാണ്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരുന്നാലും എന്താണ്? അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ക്രിസ്തീയ ജീവിതം മാധുര്യമാകണമെങ്കിൽ പരിശുദ്ധ ആത്മാവിന് കീഴ്പ്പെടണം. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവിനെ ദൈവം നൽകിയത്? കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അവസാന നിമിഷങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വളരെ കൃത്യതയോടുകൂടെ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ചൊന്ന് ധ്യാനിച്ചാൽ വളരെ ശക്തമായ ചില കാര്യങ്ങൾ ദൈവാത്മാവോട് പറഞ്ഞു വെക്കുന്നത് കാണുവാൻ കഴിയും. അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. അല്ല, 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ. ആ പദം ശ്രദ്ധിക്കണം. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്താ അവിടെ അർത്ഥമാക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷത്തോളം തന്റെ ശിഷ്യഗണത്തെ നടത്തിക്കൊണ്ടിരുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന, തന്നെ അനുഗമിച്ച ജനത്തെയും നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കർത്താവ് എവിടെ പോവുകയാണ്? തന്റെ ശുശ്രൂഷ തികച്ച് പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയാണ്. അപ്പോൾ മടങ്ങിപ്പോകുമ്പോൾ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് 14:1 പറയുന്നത്.
കാരണം കർത്താവ് പോകുകയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് അല്പം വേദനയും പ്രയാസമൊക്കെ ഉണ്ടായി. പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. പോയി കഴിഞ്ഞാൽ ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യും? അയച്ചു തരും. ആ അയച്ചു തരുന്ന കാര്യസ്ഥൻ അക്ഷരീകമായി അവനെ കാണാൻ പറ്റില്ല, ആത്മീയമായി മാത്രമേ അവനെ കാണാൻ കഴിയൂ. ഇവിടെയാണ് അല്പം പ്രശ്നം. അക്ഷരീകമായിട്ട് കാണുകയാണെങ്കിൽ ഇച്ചിരി പേടി കാണും, ആത്മീയമായിട്ട് ആവുമ്പം അത് വലിയ യഥാർത്ഥമായ ദൈവിക ബന്ധമുണ്ടെങ്കിൽ അതരത്തിൽ നിന്ന് ഒരു തെറ്റ് വന്നാൽ, ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്ത ഒരു ചിന്ത വന്നാൽ, അരുത്, അത് തെറ്റാണെന്ന് ആര് പറയും? പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും. ബന്ധമുണ്ടെങ്കിലേ പറയുള്ളൂ, ഇല്ലെങ്കിൽ പറയുന്നില്ല. ഇടിച്ചു കയറി ആരോടും ദൈവാത്മാവ് എന്ത് ചെയ്യില്ല, മുട്ടും. വാതിൽക്കൽ നിന്ന് തുറന്നു കൊടുത്താൽ എന്ത് ചെയ്യും? അകത്ത് കയറും. എന്നാൽ പിശാച് മുട്ടൊന്നുമില്ല, ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, അവൻ എന്ത് ചെയ്യും? നുഴഞ്ഞങ്ങ് കയറും. ചെറിയൊരു പഴുത് കിട്ടിയാൽ മതി, അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കയറും. അതിന് ഞാൻ ഉദാഹരണം പറയുന്നത്, ഇത്തിക്കനി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതൊരു പൊട്ടുപോലെ എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നേ. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് ആ മരത്തിന്റെ ചില്ലയിൽ അവനവന്റെ ആധിപത്യം സ്ഥാപിക്കുക. അതിന് ബേസ് ഉണ്ടോ? ഇല്ല. സ്തോത്രം. നാളുകൾ കഴിഞ്ഞാല് ആ മരത്തെ തന്നെ അത് ഇല്ലാതെയാക്കും. ഇതുപോലെയാണ് പിശാചിന്റെയും പണി. ചെറിയൊരു പഴുത് കിട്ടിയാൽ മതി, അവൻ എന്ത് ചെയ്യും? നുഴഞ്ഞ് കയറി അങ്ങകത്ത് കയറിയിരിക്കും. പെട്ടെന്ന് പണി നടത്തില്ല, അവിടെ ഇരുന്ന് ചെറുതായി 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 എന്ത് ചെയ്യും? ആ, സ്തോത്രം. ആമേൻ. ദൈവമായുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം ഈ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. സത്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല? അല്പം പോലും കള്ളത്തരങ്ങൾ ഒന്നും ഇല്ലാത്തതാണ്. ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ ഈ യഥാർത്ഥ വെളിപ്പാടെന്ന് പ്രാപിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. സഭയ്ക്കകത്ത് അടി നടക്കുന്നു, എടാ പോടാ എന്ന് വിളിക്കുന്നു. സ്തോത്രം. ആവശ്യമില്ലാത്ത വാദങ്ങൾ നടക്കുന്നു എന്ന് വേണ്ട, എന്തെല്ലാമാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവിക സാന്നിധ്യമുള്ളിടത്ത് ഇത് കാണില്ല. സ്തോത്രം. ആമേൻ. വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അഥവാ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാനിടയാകും. ഇരുചഴി അറിയാതെ ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തി മുൻപോട്ട് പോകുന്ന ഒരനുഭവത്തിനുടമയാകും. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ 17-ാം വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ നിൽപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ നിങ്ങളോടുകൂടെ വസിക്കും. അവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വമുണ്ട്. പരിശുദ്ധ ആത്മാവ് വ്യക്തമായ ഒരാളത്വമുള്ളവനാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് കൂടെ വസിക്കും. ആര്? സത്യത്തിന്റെ ആത്മാവ്. ഇപ്പൊ കള്ളം പറഞ്ഞ് നടക്കുന്ന ഒരു ഉപദേശിയുടെ കൂടെ ഈ ആത്മാവ് കാണുമോ? വിശ്വാസികളെ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. പാസ്റ്ററുടെ കൂടെ കാണുമോ? അപ്പൊ ഏതെങ്കിലും കള്ളം പറഞ്ഞ് നടക്കുന്ന പാസ്റ്റർമാര് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിൽ ഏത് ആത്മാവില്ല? സംശയമുണ്ടോ? ഇടിയുണ്ടാക്കാൻ പോകണ്ട. വാസ്തവത്തിൽ ആരാണെന്ന് എന്ത് ചെയ്താൽ മതി? കർത്താവെ അതിനെ മാനസാന്തരപ്പെടുത്തണമെന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കുണ്ടാക്കും.
വേദപുസ്തകം പറയുന്ന സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അവൻ നിങ്ങളോടുകൂടെ വസിക്കും. ആരോടുകൂടെ? കൊട വയ്ക്കാത്തോടത്ത് വടി വയ്ക്കാതെ നടക്കുന്നവനോട് കൂടെ. കാണുമോ? അവൻ അന്യവാക്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഏത് വാക്യാണെന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധ ആത്മാവ് എന്തെങ്കിലും അതരം കൊണ്ട് പറയാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന ഒരു ഉപകരണമല്ല. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ഒരു ദൈവ പൈതലിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥമായ സത്യത്തിന്റെ വഴിയിൽ വഴി നടത്തുന്ന, വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ഹല്ലേലൂയ, വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ നിരന്തരം നിരന്തരം നമ്മോട് പറയുന്ന ഒരു അനുഭവത്തിന് ഉടമയായിരിക്കും. അതിന് ഞായറാഴ്ച വരുമ്പോ മാത്രമാണോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ മാത്രമാണോ? 3 ദിവസം സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് മാത്രമാണോ? തിരുവത്താഴം എടുക്കുന്ന സമയത്ത് മാത്രമാണോ? അല്ലെന്ന്. ഒരു വ്യക്തിയുടെ ജീവിതയാത്ര ദൈവമായുള്ള ബന്ധത്തിൽ എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ ഒന്നെങ്കിൽ കാഹള ശബ്ദം കേൾക്കുന്ന നാൾ വരെ, അതല്ല എങ്കിൽ ആ വ്യക്തിയുടെ മരണ ദിവസം വരെ യഥാർത്ഥമായ സത്യത്തിൽ വഴി നടത്തുന്ന ഒരാത്മാവിന്റെ സാന്നിധ്യം നിരന്തരമായി അനുഭവിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ദൈവ പൈതൽ. സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം പരിശുദ്ധ ആത്മാവ് ദൈവമക്കളിൽ ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഏത് വിഷയത്തിനും ആര് പരിഹാരകനായിരുന്നു? യേശുക്രിസ്തു പരിഹാരകനായിരുന്നു. എന്നാൽ ആത്മകണ്ണുകൾ ഉള്ള, ആത്മീകമായി ബന്ധമുള്ള ഒരു ദൈവ പൈതലിന്റെ ഏത് വിഷയത്തിന്റെ മുൻപിലും പരിശുദ്ധ ആത്മാവെന്ന കാര്യസ്ഥൻ പരിഹാരകനാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ വിഷയങ്ങളെ അറിയുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. നിന്റെ വേദനകളെ അറിയുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. നിന്റെ ഹൃദയത്തിലെ ഞരക്കങ്ങളെ അറിയുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. ആ ആത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ദൈവമേ, ഒരു അന്ധകാര ശക്തിക്കോ പരിശുദ്ധ ആത്മാവ് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളത്. വേദപുസ്തകം യഥാർത്ഥമായി പഠിച്ചാൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധയാത്മാവുണ്ട്. ഏക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അർത്ഥാൽ ഹല്ലേലൂയ, ശത്രുവിന്റെ സകല ആയുധങ്ങളെയോ അടിയറ വെപ്പിച്ച ആയുധം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയ ഒരു ഉടമസ്ഥൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പിശാച് നിന്റെ അടുക്കലേക്ക് അടുത്തു വരുമോ? മുട്ടിടിക്കും. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അവനിങ്ങനെ കിടുകിട ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന കാണാം. എന്തുകൊണ്ടാ? നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, യഥാർത്ഥമായ ഉടമസ്ഥൻ നമ്മിൽ വസിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. യഥാർത്ഥമായ ദൈവീയ സാന്നിധ്യങ്ങളിൽ ഇരുട്ടിന്റെ കർത്താവ് ഓടിച്ചിട്ട് ആരെയും പിടിച്ചില്ല, അടുത്തേക്ക് വന്നവരെ വിട്ടുപോയില്ല, ഒരെണ്ണത്തിന് തള്ളിക്കളഞ്ഞില്ല. അടുത്തേക്ക് വന്നോ ദൈവം വിടുതൽ പ്രാപിച്ചു, ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. അതാരൊക്കെ വന്നോ അവരെല്ലാം എന്ത് ചെയ്തു? ദൈവിക വിടുതൽ പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുള്ളവരാണെന്ന്, ദൈവമായി ബന്ധമുള്ളവരാണെന്ന്, നമ്മിൽ ഒരുവൻ വസിക്കുന്നുണ്ടെന്ന്, അവൻ ജയാളിയാണെന്ന്, അവന്റെ മന്ദിരമാണെന്ന്, ഈ ശരീരം
അങ്ങനെ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഹല്ലേലൂയ അനുഭവത്തിന് നമ്മൾ ഉടമയാകുമ്പോൾ ക്രിസ്തീയ ജീവിതം ആനന്ദമായി മാറും. ഏതു വിഷയത്തിനും പരിശുദ്ധ ആത്മാവിനോട് നമ്മളൊന്ന് ചോദിച്ചാൽ മറുപടി നൽകി തരുവാൻ പരിശുദ്ധ ആത്മാവ് മതിയായവനാണ്. ഒരുപക്ഷെ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആയിരിക്കും ക്രമപ്പെടുത്താൻ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. വിഷയത്തിനല്ല മറുപടി തരിക, ആദ്യം നീ ചൊവ്വാകാൻ പറയും. ഇന്ന കുറവ് നിന്നിലുണ്ടെന്ന് പറയും, അത് ശരിയാക്കേണ്ടി വരും. അത് ശരിയാക്കേണ്ടി വരും. ശരിയാക്കാതെ ചോദിച്ചാൽ അത് പറയും, പറഞ്ഞാൽ അത് ശരിയാക്കേണ്ടി വരും. ശരിയാക്കി ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ കുത്തുകൊള്ളാതിരിക്കാൻ ചോദിക്കാതിരുന്നാൽ മതിയല്ലോ. അനേക ബന്ധുക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കൾ എന്ന് പറയുന്നവർ യഥാർത്ഥമായ ഒരു മാനസാന്തരം ഈ ദൈവമക്കളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ നന്നെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പെന്തക്കോസ്ത് സഭകൾ ഒരുമിച്ച് ഹല്ലേലൂയ ഐക്യമായിട്ട് കൺവെൻഷനും വേദി ഇതൊക്കെ നടത്തുന്നുണ്ട്. യഥാർത്ഥ ഐക്യതയോടുകൂടെ ആ ഗ്രൗണ്ടിനകത്ത് ജനം കൂടി വന്നാൽ, ദൈവിക സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദേശത്തുള്ള അന്ധകാര ശക്തികൾ ഇളകുവാൻ തുടങ്ങും. ആ വിചാരത്തിലെ കെട്ടുകൾ അഴിയുവാൻ തുടങ്ങും. ശത്രുവിന്റെ പദ്ധതികൾ തകരുവാൻ തുടങ്ങും. ചില ബന്ധിക്കപ്പെട്ടവർ അഴിയുവാൻ തുടങ്ങും. ചില ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. അത് സംഭവിക്കാത്തതിന്റെ കാരണം 10 സ്റ്റേജിലുണ്ടെങ്കിൽ 10 സൈസാ. ആരാടാ വലുതെന്ന് ചോദിച്ചാണ് 10 ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. അതിന് മാതൃക എന്ന് പറയുന്നത് പൗലോസും സീലാസുമാണ്. ഹല്ലേലൂയ. പൗലോസാണ് അതരം കൊണ്ട് വെളിച്ചപ്പാടത്തിയെ ശാസിച്ചത്. അടി കിട്ടിയപ്പോൾ പൗലോസിന് മാത്രമല്ല സീലാസിനും കിട്ടി. രണ്ടും കൂടെ ഇപ്പൊ കാരാഗൃഹത്തിൽ കിടക്കുക. അവിടെ പെറുവൃത്തില്ല കേട്ടോ സീലാസ്. നീ അത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ എനിക്ക് അടി കിട്ടില്ലായിരുന്നു. ആര് പറഞ്ഞില്ല? നാടൻ ഭാഷയിൽ പറഞ്ഞ ചക്കിക്കൊത്ത ചങ്കരൻ. അടി കിട്ടിയോ? സ്വോത്രം. ഞാനുണ്ടോ അതിന്റെ കൂടെ. എന്നിട്ടിപ്പോ പാതിരാത്രി ആയി കഴിഞ്ഞപ്പം അപ്പച്ചന് വീണ്ടും ഒരു ആത്മാവ് കയറി. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടനെ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞ മിണ്ടാതെ കിടന്നേക്കണം. മിണ്ടാതെ പാതിരാത്രിക്ക് ഇവിടെ ആത്മാവ് കയറുന്നേ. എല്ലാവരും കിടന്നുറങ്ങുക. അപ്പൊ നിങ്ങളുടെ ഒരു ആത്മാവ് കയറ്റം. ആർക്കും ഇല്ലാത്ത ഒരു ആത്മാവ് നിങ്ങൾക്ക്. മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആത്മാവ്. ഒന്നും സീലാസ് മറുപടി കൊടുത്തില്ല. വചനം പറയുന്നവർ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് ഐക്യപ്പെട്ടുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവവൈതലേ, ദൈവിക പ്രവൃത്തിയുടെ കലവറ തുറക്കപ്പെടുക. ദൈവ സാന്നിധ്യം ഐക്യതയുടെ മുൻപിലാ. നിനക്ക് ഐക്യതയുണ്ടെങ്കിൽ ഒരുമനപ്പെടുവാൻ കഴിയുമെങ്കിൽ ചില ദൈവിക പ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടുത്തേണ്ടവരോ, കുടുംബത്ത് വെളിപ്പെടുത്തേണ്ടവരോ, ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാണ്. ഈ ദിവസങ്ങളിൽ ആ നിലയിലുള്ള ദൈവിക പ്രവൃത്തി കാണണമെന്ന് അതിയായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളിൽ ഒരു വിഷയമാണത്. ഞാൻ വിശ്വസിക്കുന്നു താമസമില്ല അത് ഈ ദേശത്ത് കാണുവാനിടയാകും. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കാണുവാനിടയാകും.
നാളുകളായി അവകാശം പറഞ്ഞുകൊണ്ട് വിടുകയില്ലെന്ന് വാദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അന്ധകാര ശക്തി ഇളകി മാറുന്നത്, അഴിഞ്ഞു മാറുന്നത്, തകർന്നു പോകുന്നത് കാണുവാൻ കഴിയത്തക്കവണ്ണോ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തിയത് ആത്മകണ്ണുകളാൽ ഞാൻ കാണുകയോ. എന്റെ ദൈവം വിശ്വസ്തനാണ്. Praise the Lord. Hallelujah. ആ ദൈവിക പ്രവൃത്തി കാണുവാൻ ഇടയാകട്ടെ. നമുക്ക് മടങ്ങി വരാം. കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചതാണ്. നഷ്ടപ്പെട്ട തേജസ് മടക്കി തരുവാനാണ്. സ്തോത്രം. ആമേൻ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായി കർത്താവായ യേശു ക്രിസ്തു വേണ്ടെന്ന് വെച്ചത് ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്നങ്ങ് വെച്ചു. എങ്ങനെ? തുല്യതയുള്ള പുത്രൻ അല്പകാലത്തേക്ക് ആ തുല്യത വേണ്ടെന്നങ്ങ് വെച്ചു. ഇപ്പോഴും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ കർത്തൃത്വം നടത്തുവാനല്ല ഇരിക്കുന്നത്, നമുക്ക് മധ്യസ്ഥനായി നിലകൊള്ളുകയാണ്. പിതാവിന്റെ അടുക്കൽ അവൻ താഴ്ന്നിരിക്കുകയാണ് മധ്യസ്ഥനായിട്ട്. പിതാവിന്റെ അടുക്കൽ പുത്രൻ മധ്യസ്ഥനായി നിലകൊള്ളുമ്പോൾ പരിശുദ്ധയാത്മാവാകുന്ന കാര്യസ്ഥൻ നമ്മുടെ ആത്മാവിനോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മോട് എന്ത് ചെയ്യുകയാണ്? മധ്യസ്ഥത ചെയ്യുകയാണ്. മോനെ, അത് തെറ്റാണ്, അത് ചെയ്യരുത്. ഹല്ലേലൂയ. ഈ വഴിക്ക് പോണം, ആ വഴിക്ക് നീ പോകരുത് എന്നാര് മധ്യസ്ഥ ചെയ്യുക? പരിശുദ്ധയാത്മാവ് ഈ ഭൂമിയിൽ നമ്മോട് മധ്യസ്ഥ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പുത്രൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥ ചെയ്യുകയാണ്. മനസ്സിലാകുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മെ നേർവഴി കാണിച്ചു തന്നു നടത്തുവാൻ പുത്രൻ ചെയ്ത പ്രവൃത്തിയെ ഒന്ന് ഓർക്കണം. നിങ്ങൾ വചനം പ്രമാണിച്ചാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു തരും. അവിടെ പറയുന്നത് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ആ പരിശുദ്ധ ആത്മാവ് ഓർമ്മപ്പെടുത്തും. സ്തോത്രം. ഇത്രയും ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ കുരുത്തക്കേട് ചെയ്തു പോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തില്ല, മറുപടി കിട്ടില്ല. അപ്പോൾ ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്നങ്ങ് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദൈവവൈദ്യരാകുമ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറയുന്നത്. ലോകമായിട്ടുള്ള ആ ആവശ്യമില്ലാത്ത ബന്ധം എന്ത് ചെയ്യേണ്ടി വരും? അത് ആളുകൾക്ക് ബുദ്ധിമുട്ട്. ലോകരെ പോലെ ആകാനാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടം. സ്തോത്രം. അടുത്തത്, താഴ്മയുടെ വസ്ത്രം അവൻ ധരിച്ചു, ദാസരൂപമെടുത്തു. എങ്ങനെ? പിതാവ് പറയുന്നത് മാത്രം അനുസരിച്ച് ചെയ്യുവാൻ അവൻ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. എന്നിട്ട് അടുത്തത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. എന്ന് പറഞ്ഞാൽ ആ തേജസ്സായ കർത്താവിന്റെ ആ രൂപത്തെ മാനുഷിക കൂടിനകത്ത് പൊതിഞ്ഞു. കാരണം ഇതെന്ത് ചെയ്യരുത്? മനുഷ്യന്റെ മുൻപിൽ ഇത് വെളിപ്പെട്ട് വരരുത്. സ്തോത്രം. പുത്രനായി മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോഴും ദൈവത്വം കളഞ്ഞിട്ടില്ല. ചില നാളുകൾ
ആ അധികാരം അവൻ ഉപയോഗിക്കില്ല എന്നങ്ങ് തീരുമാനിച്ചു സ്വയമായി. സ്തോത്രം. നമുക്കിപ്പോ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ലോകത്തിലുള്ള നിയമം അനുസരിച്ച് തെറ്റില്ലാത്തത് എന്തും വേണമെങ്കിൽ ചെയ്യാം. ലോക നിയമം നമ്മളെ തടയുമോ? ഇല്ല. പക്ഷേ ഈ വചനത്തോട് ചേർന്ന് വരുമ്പോൾ ലോക വ്യവസ്ഥ പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. അത് വെച്ചേ പറ്റൂ. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തോട് അനുരൂപരാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അടുത്തത്, തന്നെത്താൻ അവൻ താഴ്ത്തി. എത്രത്തോളം? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാ ഇത് ചെയ്തത്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാ. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ കൃത്യതയോടുകൂടെ പിതാവിനെ അനുസരിച്ച് യാത്ര ചെയ്യുന്ന പുത്രനെ കാണാം. യോഹന്നാൻ 8:29 എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ ദൈവാത്മാവ് പറയുന്നത് കേട്ടനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു ദൈവവൈദ്യരെ നിന്നെയും എന്റെ കർത്താവ് എന്ത് ചെയ്യില്ല? ഏകനായി വിടുകയില്ല. ഏതു വേദനയുടെ നടുവിലോ ഏതു പ്രയാസത്തിന്റെ നടുവിലോ നിന്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന, ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുന്ന, ഞാൻ വഴി തുറക്കും എന്ന് പറയുന്ന, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തി വെളിപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യം നിനക്ക് നിരന്തരം അനുഭവിപ്പാൻ നിലവാരത്തിൽ നിന്റെ വേദനയുടെ നടുവിൽ നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവർത്തി ഒരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചത് കാരാഗൃഹത്തിന്റെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടിയല്ല. സ്തോത്രം. ആരാധിക്കുമ്പോൾ വിടുതൽ ലഭിക്കുമെന്ന് ഇന്ന് പെന്തക്കോസ്തുകാർ പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചത് വിടുതലിന് വേണ്ടിയല്ല. അവന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചിന്തിക്കുന്നത്, നിരന്തരം ദൈവമായി ബന്ധം പുലർത്തിയിരുന്ന പൗലോസ് ഹല്ലേലൂയ ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളുടെ മുൻപിൽ അവന് ദൈവമായി ബന്ധം പുലർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവൻ. ഹൃദയത്തിനകത്ത് അവൻ ധ്യാനിച്ചിട്ടുണ്ടാകോ അല്ലെങ്കിൽ എന്നാൽ അല്പസമയം വേറിട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് മഹത്വപ്പെടുത്തണമെന്ന് അവന്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണയുണ്ടായപ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷം അവൻ തിരഞ്ഞെടുത്തു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് അവരുടെ വേദനകൾക്ക് മറുപടിയുമായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ആരാധനത്തിന്റെ അടിസ്ഥാനം കൊടുക്കിയെന്ന് ദൈവമേ, ഈ ആത്മാർത്ഥമായി ദൈവത്തെ സേവിച്ചിട്ട് ദൈവമായി യാത്ര ചെയ്തിട്ട് നിന്നെ തകർത്തു കളയുന്ന, നിന്നെ ഇല്ലാതെയാക്കുന്ന ഒരു ശക്തിക്കോ നിന്റെ അധികാരം കഴിയുകയില്ലവെക്കോ. കാൽവരി ക്രൂശിലെ രക്തത്താൽ ജയം പ്രഖ്യാപിക്കുകയാണ്. ഇരുട്ടിന്റെ ശക്തികളോട് വഴിമാറുവാൻ കൽപ്പിക്കുകയാണ്. അവകാശങ്ങളോട് മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. ആത്മാവേ, നിന്റെ
അധികാരമുള്ളവനാ, അവൻ അധികാരമുള്ളവനാ. അവൻ ചിലവിനോട് കൽപ്പിച്ചു, ചിലവിനോട് മാറുവാൻ പറയും. അത് പറയുന്നത് നിന്റെ അകലം കൊണ്ടാണ്. ചിലവിനെ നോക്കി പറയണ പിശാചേ, നീ തകർന്നു പോകുകയാ. നീ എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന് മാറിപ്പോകുകയാ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയപ്പെടുകയാ. പ്രാർത്ഥന വിഷയമുള്ളത് ദൈവശക്തി അവതരിക്കുകയാ. അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. ഹല്ലേലൂയ. ദൈവിക പ്രവർത്തിക്കായി നമുക്കൊരുങ്ങാം. കാൽവരി ക്രൂശിൽ നമുക്ക് നൽകിയതായ ആ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം, മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ച ദൈവശക്തി, അനേകമായിരുന്ന പാപക്കറകൾ കഴുകിയതായ ആ പുണ്യരക്തം, ആ രക്തത്തിന്റെ സാന്നിധ്യം വാസ്തവമായി നമ്മിൽ ജ്വലിച്ചു നിൽപ്പാനിടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്തെ അന്ധകാര ശക്തിക്ക് ഭയമാണ്, അതിനെ മറികടക്കുവാൻ കഴിയില്ല. പല സന്ദർഭങ്ങളിൽ ഞാനത് വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കലിതുള്ളി നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ മുന്നിൽ വെല്ലുവിളികൾ പിശാച് ഉയർത്തുമ്പോൾ അന്ധകാര ശക്തിയോട് ദൈവകൃപയിൽ ആശ്രയിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പിശാചേ, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ നിനക്ക് മറികടക്കുവാൻ കഴിയുമോ? അവൻ പറഞ്ഞിട്ടുള്ള മറുപടി ഇല്ല, എനിക്ക് രക്തത്തെ ഭയമാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, നമ്മുടെ പാപക്കര കഴുകിയതാ, നമ്മുടെ ദൈവത്തോട് അടുപ്പിച്ചതാ. ആ രക്തത്തിന്റെ വിലയാണ് നമ്മൾ ദൈവമക്കളെ വിശുദ്ധിയോടെ ജീവിക്കാം. ഈ
പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൂടെ? ഒന്നും കൂടെ ദൈവഹിത പ്രകാരം ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ചില പ്രവർത്തികൾ ഞങ്ങൾ കാണുവാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ പണിയണം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വം കർത്താവിന്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.